ഹായ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കിടിലം എയർ ഡ്രോപ്പാണ്. എയർ ഡ്രോപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ക്രിപ്റ്റോ ബേസ്ഡ് ലൂട്ടാണ്. അപ്പോൾ ഇത് ഈ കോയിൻ ലിക്വിഡ്സ് എന്നാണ് ഈ കോയിൻ്റെ പേര്. അപ്പോൾ ഈ കോയിൻ ഏകദേശം ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് ഞങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. ഒരു കോയിൻ ഏകദേശം എത്ര വാല്യൂ ഉണ്ടാവും. ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ഇങ്ങനെ മൈൻ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇപ്പോൾ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവർ പറയുന്നത് ഒരു മിനിറ്റ്. ഇപ്പോൾ ഇവർ പറയുന്നത് ഏകദേശം 30% നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അവർ തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏകദേശം 1 ബില്യൺ കോയിൻസ് ആണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവരുടെ ഒരു കമ്മ്യൂണിറ്റി സ്പീഡ് പ്രസ്സിൽ ലിക്വിഡിറ്റി മാർക്കറ്റിംഗ് പാർട്ട്ണർഷിപ്പ് അങ്ങനെ പോകും. അതിൽ 30% നമുക്കാണ് തരാൻ പോകുന്നത്. അത് 1 ബില്യൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 100 കോടിയൊക്കെ ഉണ്ടാവും. 100 കോടിയിൽ 30 കോടി നമുക്ക് ഈ കാർമിക അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഏകദേശം 2 മാസത്തോളമായി ഇതൊക്കെ ചെയ്യൽ തുടങ്ങിയിട്ട് എല്ലാവരും. ഞാനിത് ലേറ്റായി പോയി എങ്കിലും നമ്മൾ ലേറ്റ് അല്ല. ഒരു ദിവസം ഏകദേശം അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇതിന് വാല്യൂ നമുക്ക് ഏകദേശം എത്ര ഉണ്ട് നോക്കാം. വാല്യൂ ഇപ്പോൾ കറൻ്റ് ഏകദേശം 7.8 റുപ്പീസാണ്. ഒരു വേരിയേഷൻസ് വരുന്നുണ്ട്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും നല്ലൊരു വേരിയേഷൻ വന്നിട്ട് ഫ്യൂച്ചറിൽ നല്ലോണം വളരാൻ വളരും എന്ന ഉറപ്പുള്ളൊരു ഒരു കോയിൻ തന്നെയാണിത്. എന്തായാലും നമുക്ക് നോക്കാം. ജസ്റ്റ് ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ പറയുന്നത് 7 റുപ്പീസാണ് ഇതിൽ ബിനാൻസിൽ കാണിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ എങ്ങനെ മൈൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞുതരാം. ആദ്യം ആ ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതുപോലൊരു ടെലഗ്രാം, ഇതിനു മുമ്പ് ടെലഗ്രാം കയറ്റിയിട്ടില്ലെങ്കിൽ ടെലഗ്രാം ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ, അത് മറക്കരുത്. അപ്പോൾ ടെലഗ്രാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇവിടെ ഉണ്ടോ ടാപ്പ് സ്റ്റാർട്ട് മൈനിങ്, അവിടെ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്കാവും. ഇതിൽ കാണിക്കുന്നത് 8 മണിക്കൂറാണ് ഡ്യൂറേഷന്. ഒരു മിനിറ്റ്. ഓക്കെ, 8 മണിക്കൂറാണ് ഡ്യൂറേഷൻ വരുന്നത്. എന്ന് വെച്ചാൽ ഇത് ഒരു ടാപ്പ് മൈനിങ് തുടങ്ങി കഴിഞ്ഞാൽ 8 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഓഫ് ആവും. പിന്നെ ഡെയിലി റിവാർഡ് 18 വരെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വട്ടം 8 മണിക്കൂർ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ 18 കോയിന് കിട്ടും. മനസ്സിലായോ? അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ കുറേ പറയാനുണ്ട്. ജസ്റ്റ് സ്കോറിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർ എന്തൊക്കെയോ ഉണ്ട് എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് ഞാൻ നോക്കണില്ല. വാലറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് എത്ര ഉണ്ടെന്നൊക്കെ മനസ്സിലാവും. പിന്നെ ഒരു കാര്യം, ഇതിൽ മറ്റൊരു ഫ്യൂച്ചറാണ്. ഇതിൽ സ്റ്റേക്ക് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സ്റ്റേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ഓട്ടോ മൈനിങ് ആണ്. അത് എന്താ സമയം പറഞ്ഞുതരാം. സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ USDT ഈ ഡെപ്പോസിറ്റ് ബാലൻസ് ഇപ്പോൾ നോക്കണ്ട. USDTയിൽ ഏകദേശം എത്ര ഡോളർ വന്നോ അത് സ്പോട്ട് വിഡ്രോ അടിച്ചാൽ പറ്റും. പക്ഷേ ഓട്ടോ മൈനിങ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, എങ്കിലും ഞാൻ നോക്കി പറയാം. ഇപ്പോൾ ഓട്ടോ മൈനിങ്ങിന് എന്താണ് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ $25 കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോ മൈനിങ് പ്രവർത്തിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 30% കഴിയുന്നത് വരെ നിങ്ങൾക്ക് മൈനിങ് ഓട്ടോമാറ്റിക്കായി നടന്നുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ ദിവസം 18 കോയിൻ കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ ഏകദേശം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 8 മണിക്കൂർ ഇങ്ങനെ കൂടുമ്പോൾ അങ്ങനെ ചെയ്യും? ഞാൻ എന്തായാലും ഇങ്ങനെയാണ് ചെയ്യല്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ഓണാക്കും, അതുപോലെ തന്നെ രാത്രി കിടക്കാൻ നേരത്തും ഒന്ന് ഓണാക്കും. അതിന് ബെനിഫിറ്റ് എന്താ, 2 വട്ടമെങ്കിലും ഒന്ന് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 ആയിരിക്കണം, 6 6 12 എങ്കിലും എനിക്ക് കിട്ടും. മനസ്സിലായി? അങ്ങനെയാണ് ഞാനൊരു കാൽക്കുലേറ്റ് ചെയ്യണത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നട്ടപാതിരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഓട്ടോമൈൻ ചെയ്യാതെ പോയാലും മതി. ഇപ്പോൾ ഓട്ടോമൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മാത്രം മതി. ആരും നിർബന്ധിക്കണമെന്നില്ല. കാരണം നല്ലൊരു കോയിനാണ്, നല്ലൊരു ഫ്യൂച്ചറിൽ നല്ലൊരു ഇത് കിട്ടുന്നത് ഒരു ഉറപ്പുള്ളൊരു തന്നെയാണെന്ന് വിശ്വസിക്കാം. എന്തായാലും ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ പ്രൊഫൈലിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണുള്ളത് അതൊക്കെ മനസ്സിലാവും. പിന്നെ 1 മിനിറ്റ്. പിന്നെ വീണ്ടും എന്താ വന്നു കഴിഞ്ഞാൽ മൈ റെഫറൻസ് ഞാൻ ഇതുവരെ റെഫർ ചെയ്തില്ല. പിന്നെ ഒരു കാര്യം പറയുന്നത്, പരമാവധി റെഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ. നല്ല ബെനിഫിറ്റുള്ളൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് പറഞ്ഞുതരാൻ വേണ്ടി. കറൻറ്റ്ലി ഇപ്പോൾ ഞാൻ റെഫറിൻ്റെ ഒരു ഇത് നോക്കിയിട്ട് കാണുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് വരികയാണ്, 10 ലെവല് വരെ നമുക്ക് റെഫറലിൻ്റെ ഓരോരോ പോയിന്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേന്നിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങളെ റെഫർ ചെയ്തു, നിങ്ങൾ വേറെ അവിടെ റെഫർ ചെയ്തു, അങ്ങനെ 10 പേരെ റെഫർ ചെയ്ത് കഴിഞ്ഞാലും ആ പോയിന്റ് വരെ നമുക്ക് അതിൽ നിന്ന് ഇത്ര പെർസെൻറ്റേജ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഇത്രയും പെട്ടെന്ന് റെഫർ ചെയ്യാൻ പറ്റുന്നതോളം റെഫർ ചെയ്യുക. കാരണം ഇതുപോലത്തെ ലൂട്ടുകളൊക്കെ വളരെ കുറവാണ്. ഇതുപോലത്തെ ലൂട്ടുകളൊക്കെ ഏകദേശം ഒരു ഓഗസ്റ്റ് ആ മാസങ്ങളിലായിരിക്കും എയർ ഡ്രോപ്പ് ബേസ്ഡ് ക്രിപ്റ്റോ ബേസ്ഡ് എയർ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. എന്തായാലും ഇത് പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. ഞാൻ റെഫറിൻ്റെ കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ പരമാവധി അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഗ്രൂപ്പിൽ പരമാവധി ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എല്ലാ അപ്ഡേറ്റ് അതിൽ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ഞാൻ കാണിച്ചു തരാം ഏകദേശം എങ്ങനെയായിരിക്കും ഇതിൻ്റെ മൈനിങ്. ജസ്റ്റ് ഇത്ര പണിയേ ഉള്ളൂ. ടാപ്പ് ടു സ്റ്റാർട്ട് മൈനിങ് റെഡി ടു മൈൻ. ജസ്റ്റ് മിനിറ്റ്, സ്റ്റാർട്ട് ആണില്ലല്ലോ. ഇത്ര പണിയേ ഉള്ളൂ. ഒരു 8 മണിക്കൂർ അങ്ങനെ മൈൻ ചെയ്തുകൊണ്ടേയിരിക്കും.
അത്ര പണിയുള്ളൂ. ഞാൻ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ രാത്രിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് ചെയ്തിട്ട് 24 മണിക്കൂറിൽ ഒരു 25 മണിക്കൂറാക്കിയിട്ട് എങ്ങനെയൊക്കെ കണക്ക് കൂട്ടി വെക്കുക. ജസ്റ്റ് ഇത്ര ചെയ്താൽ മതി. ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 11 മണിക്ക് രാത്രി 11 മണിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത 8 മണിക്കൂർ, പിന്നെ 7 മണിക്കുണ്ട്. രാവിലെ 7 മണിക്ക് നീച്ചിട്ട് വീണ്ടും മൈൻഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 8, 9, 10, 11, 12, 13, 14, 15, 15 മീൻസ് 15, 2 മണിക്ക് വീണ്ടും മൈൻഡ് ചെയ്യുക. 2 മണിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3, 4, 5, 6, 7, 8, 9, 10 മണിക്ക് വീണ്ടും മൈൻഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ വരും. അങ്ങനെയൊക്കെ ഒരു ടൈം മാനേജ്മെൻറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അങ്ങനെ എല്ലാം പറ്റില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് രാവിലെയും രാത്രിയും ഉറങ്ങാൻ നേരത്തും എഴുന്നേൽക്കുമ്പോഴും ജസ്റ്റ് മൈനിങ് ഓൺ ആക്കണം. പിന്നെ ഒരു കാര്യം, പരമാവധി റെഫർ ചെയ്യാൻ നോക്കുക. റെഫറലാണ് ഏറ്റവും കൂടുതൽ ഏണിങ്സ് ഉള്ളത്. ഇതുപോലത്തെ ലൂട്ട്സ് ഒന്നും പരമാവധി മിസ്സാക്കാതിരിക്കുക. ഏകദേശം 30 കോടി അല്ലല്ലേ, 15 കോടി ഉണ്ട്. അതിൽ ഏകദേശം 13 കോടി ബാലൻസ് ഉള്ളൂ. ഇനി നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളെല്ലാവരും പരമാവധി യൂട്ടിലൈസ് ചെയ്യുക.